എടി ഞാൻ അല്ലടി അത് പറഞ്ഞത്, ഞാൻ അങ്ങനെ പറയില്ല എന്ന് എനിക്കറിയാലോ. ഞാൻ എന്താ ഉണ്ടായെന്ന് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. നീ എന്നെ വിശ്വസിക്ക് പ്ലീസ്. യു സിറ്റ് ദ ഫക്ക് ഡൗൺ. ഇങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. യു നോ വൈ? നമ്മളെ അറിയുന്നവരും നമ്മുടെ വർത്ത് അറിയുന്നവരുടെ അടുത്ത് നമ്മൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മളെ അറിയാത്തവരും നമ്മുടെ വർത്ത് അറിയാത്തവരുടെ അടുത്ത് ഓവർ എക്സ്പ്ലെയിൻ ചെയ്താലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. സോ വൈ ബോദർ? ഞാൻ ഇന്ന് അസൈൻമെന്റ് വെച്ചില്ലെങ്കിൽ മേ ബി എന്നെ പുറത്താക്കും. ഇന്ന് ഞാൻ സാലറി കൂട്ടി ചോദിച്ചാൽ മേ ബി തരില്ല എന്ന് പറയും. എന്താണ് അത്രയും വേഴ്സ്റ്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മളായിട്ട് നെയിം ചെയ്യുക. ചിലപ്പോൾ ഇങ്ങനെ ചെയ്ത ആളിങ്ങനെ റിയാക്ട് ചെയ്യായിരിക്കും, അങ്ങനെ പറഞ്ഞാൽ ആൾ ഇങ്ങനെ ചെയ്യുമായിരിക്കും. അല്ലാതെ വേറെ എന്താ നടക്കാൻ പോകുന്നത്? നമ്മൾ വേഴ്സ്റ്റ് ആയിട്ട് നടക്കാൻ പോകുന്നത് നെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയലൈസ് ആവും അത്രയും പേടിക്കാൻ മാത്രം ഒന്നുമില്ല എന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ആങ്സൈറ്റി ആയിട്ട് ഓവർവെൽഡ് ആയിട്ട് നിൽക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ചുറ്റും നോക്കിയിട്ട് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ നെയിം ചെയ്യുക, കേൾക്കാൻ പറ്റുന്ന 4 കാര്യങ്ങൾ നെയിം ചെയ്യുക, തൊടാൻ പറ്റുന്ന 3 കാര്യങ്ങൾ നെയിം ചെയ്യുക, സ്മെൽ ചെയ്യാൻ പറ്റുന്ന 2 കാര്യം, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 1 കാര്യം കൂടെ നെയിം ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ആങ്സൈറ്റി കുറച്ച് കുറയും. കാരണം എന്താ അറിയോ? ഇത് നമ്മുടെ ബ്രെയിനിനെ റിയാലിറ്റിയിൽ കൊണ്ട് നിർത്തും, പ്രസന്റിൽ കൊണ്ട് നിർത്തും. നമ്മൾ എപ്പോഴും ആങ്സൈറ്റി ആവുന്നത് വരാൻ പോകുന്ന കാര്യം ആലോചിച്ചിട്ടാണ്. ദാറ്റ്സ് വൈ.